ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം പറയുന്നതിന് മുന്നേ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് തന്നെയാണ്. അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ സന്തോഷം. അപ്പോൾ ഇന്ന് നമുക്കൊരു ആർട്സിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായില്ലൊക്കെ ട്രെയിൻ തന്നെ കഴിച്ചു. ഫുഡൊക്കെ ഉഴുന്നോടും ചട്നിയൊക്കെ ആയിരുന്നു കഴിക്കുന്നത്. അങ്ങനെ നമ്മൾ അങ്കമാലിയിലെത്തി. അറ്റ്ലസ് പറയുന്ന സ്ഥലത്തായിരുന്നു പ്രോഗ്രാം. അങ്കമാലിയിലെത്തി ബസ്സിന് പോകാണ്ട് നമ്മൾ ബസ്സിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ തലേന്ന് ടൂറിസ്റ്റ് ബസ്സിൽ പോയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് വിളിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനും വെച്ച് മാത്രമായതിൻ്റെ പേരിൽ ഭയങ്കര റിസ്ക് ആയിരുന്നു. അങ്ങനെ നമ്മൾ ട്രെയിനിലും ബസ്സിലൊക്കെ പോകേണ്ടി വന്ന്. നമ്മളിപ്പം ട്രെയിനൊക്കെ ബസ്സിലങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഏകദേശം അറ്റ്ലസിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അറ്റ്ലസിൻ്റെ അവിടെ എത്തി. ഭയങ്കര വൈബാണ്. ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര വ്യൂ ആണ്. ഞാൻ എവിടെയും കണ്ടിട്ടില്ല, അത്രയ്ക്ക് നല്ല രസമാണ് കേട്ടോ. ഇവിടെ എയർപോർട്ടും ടൂറിസം കേന്ദ്രമൊക്കെ എങ്ങനെയെന്ന് അതേപോലെ ഉണ്ട് ഇപ്പോഴത്തെ വൈബ്. ഒരുപാട് പച്ചപ്പും ഗാർഡൻസും ഒക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ബാക്കിൽ നല്ല വാട്ടർഫോളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ആളുണ്ട് കേട്ടോ. ഭയങ്കര 10,000-കണക്കിന് ആൾക്കൊരു പ്രോഗ്രാമാണ് എന്നിട്ടത്. നമ്മളിവിടെ എത്തിയെങ്കിലും പ്രോഗ്രാം ഒരുപാട് ഏകദേശം കയറായിട്ടുണ്ടായിരുന്നു. അത്ര ഒരുപാട് എത്തിയുണ്ട്. അപ്പോൾ നമുക്കധികം ഫോട്ടോസ് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഗൈസ് നമ്മൾ ഇവിടെ പ്രോഗ്രാമിലൊക്കെ കുറച്ച് പങ്കെടുത്ത് ഫുഡ് കഴിക്കണ ഭാഗത്താണ്. ഇപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. ഫുഡൊന്നും നമുക്ക് ഫുള്ളായിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റില്ല കേട്ടോ. ഫുഡൊക്കെ നല്ലൊരു കുക്കോട്ട് പറഞ്ഞ പ്രൊഡക്റ്റ് ഉണ്ട്, അതുകൊണ്ട് ഉണ്ടാക്കിയൊരു ബിരിയാണിയും ആയിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ നല്ല നൂഡിൽസൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. അത് കഴിഞ്ഞ് ഇവിടെ കുറച്ച് ഡ്രസ് കളക്ഷൻസും ഒരുപാട് ന്യൂട്രീഷൻസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇങ്ങനെ നമ്മളിങ്ങനെ നടന്ന് കണ്ടു. പിന്നെ ജെൻസിൻ്റെ ആയാലും ലേഡീസിൻ്റെ ആയാലും ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇതൊക്കെ ഓരോ ചുരിദാർ ഐറ്റംസാണ്, ചുരിദാർ വിറ്റുകൾ എന്തൊക്കെ. പിന്നെ ഈ ഭാഗത്ത് തന്നെ ജെൻസിൻ്റെ ഒരുപാട് ഷൂസ്, ബെൽറ്റ് ഇതൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. പിന്നെ കുറേ ലേഡീസ് ഇങ്ങനെ ആർസിമിൻ്റെ സാരി, ചുരിദാറൊക്കെ ഇട്ടുണ്ട്. അതേത് പ്രോഗ്രാമിൽ പോകുമ്പോഴും നിർബന്ധമാണ് കേട്ടോ. ഒരു മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ നിർബന്ധമാണ് കേട്ടോ അതിട്ടുന്നതൊക്കെ. അങ്ങനെ ഗൈസ് ഇത് ജെൻസിൻ്റെ ടീഷർട്ടും കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് ആൾക്കാർ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ ലേഡീസിൻ്റെ കുറച്ച് ടോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും എന്തും വാങ്ങിയിരുന്നു, പക്ഷെ നമ്മളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്താ വെച്ചാൽ എനിക്ക് പറ്റിയ ഒന്നുമില്ലായിരുന്നു. പിന്നെ ഒരുപാട് ലെങ്ത്തും എല്ലാം കൂടുതലുള്ള ഡ്രസ്സൊക്കെ ആയിരുന്നു ഇവിടെ. അപ്പോൾ എനിക്ക് പറ്റില്ല. പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്തൊക്കെ ഇടാൻ പറ്റിയ ഐറ്റംസ് ആയിരുന്നു കേട്ടോ. നല്ലൊരു ചൂടിനൊക്കെ നല്ലതായിരുന്നു ഡ്രസ്സുകളൊക്കെ. പക്ഷെ നമുക്ക് വാങ്ങാൻ പറ്റാത്തതിൻ്റെ പേര് നമ്മൾ വാങ്ങില്ല. അങ്ങനെ എനിക്കിഷ്ടപ്പെട്ട കളറൊക്കെ അങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഈ ബ്ലാക്ക്, വൈറ്റിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ അങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഏത് ഡ്രസ്സാണോ, ഏത് കളറിനോടാണോ ഇഷ്ടം അത് ഞാൻ എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. ഇതൊക്കെ ലേഡീസിൻ്റെ ഓരോ ഡ്രസ്സിൻ്റെ ഭാഗങ്ങളാണ്. ടോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഇവിടെ കുറച്ച് ആർസിഎമ്മിൻ്റെ ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ സെക്ഷനിൽ. ഈ ജ്യൂസ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഒരു ദിവസം കുടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിത് ഇതിൻ്റെ ചോയ അത്ര ശരിയല്ല എന്ന് വിചാരിച്ചിരുന്നു ഇത് വാങ്ങുന്ന പാട്. അപ്പം കുടിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റ് തോന്നി കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റാണ് ആ ജ്യൂസ്.
അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും പ്രോഗ്രാമിലേക്ക് വന്നു. പ്രോഗ്രാം ഒരു 4 മണി വരെ ഉണ്ട്, 4 മണി 4:30 വരെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴിപ്പോൾ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു 3:30 പ്രോഗ്രാം ഒരു 4 മണി വരെ ഉണ്ടെങ്കിലും കൂടി നമ്മളൊരു 3 മണി 3:30 ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഒരുപാട് ടൈമൊന്നും ഇരുന്നില്ല, കുറേ ദൂരത്തൊക്കെ ഉള്ളവരായിരുന്നല്ലോ. അങ്ങനെ ഒരുപാട് നമ്മൾ ടൂറിസ്റ്റ് ബസ്സിലായിരുന്നു വന്നത്. അപ്പം നമ്മളൊരു തട്ടുകടയിൽ കയറി ചായ കുടിക്കാൻ ഞാനൊരു മുട്ട വെച്ചും മുളക് വെച്ചൊക്കെ ഓർഡർ ചെയ്തിരുന്നത്. അതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ചിക്കൻ സമോസ കിട്ടി, അത് കഴിച്ചു. സ്ഥിരം വരുന്നവർക്കൊന്നും കിട്ടിയില്ലായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ തട്ടിയെടുത്ത് ലാസ്റ്റ് ബാക്കിയായപ്പോൾ ഒന്ന് മുളക് വെച്ച് കിട്ടിയിട്ടാ, ഒരു മുളക് വെച്ച് ഞാൻ കിട്ടി. അങ്ങനെ ഇതാ ഗൈസ്, നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോവുകയാണ്. അപ്പോൾ ഇത്രയും നമ്മുടെ മിനി വ്ളോഗ്.